പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ IT പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2-ൽ വരുന്ന പബ്ലിഷിംഗ് എന്ന് പറയുന്ന അധ്യായത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ സ്റ്റൈലിൽ വെച്ച് വരുന്ന ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ടേബിൾ ഓഫ് കണ്ടൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം. An article on various planets is given in exam documents folder home with planets.ott. അത് തുറന്ന് ടേബിൾ ഓഫ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. പ്ലേസസിൽ ഹോം ക്ലിക്ക് ചെയ്യുന്നു, എക്സാം ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്ലാനറ്റ്സ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനകത്ത് പ്ലാനറ്റ്സ് നോക്കുക. പ്ലാനറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്ലാനറ്റ്സ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് തുറന്നു കഴിഞ്ഞു. അതിൽ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാം. അതിൽ നമ്മൾ ഹിൻഡ് നോക്കിയാൽ മതി. അപ്ലൈ സ്റ്റൈൽ ഹെഡിങ് 1 സോളാർ സിസ്റ്റത്തിന് ഹെഡിങ് 1ഉം ബാക്കി സബ് ഹെഡിങ്സിനെല്ലാം ഗ്രീൻ കളറിൽ തന്നെ ഹെഡിങ് 2. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്യാം. നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ സോളാർ സിസ്റ്റത്തിൽ ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ചെറിയ സ്റ്റൈൽ ബോക്സിൽ പോയിട്ട് ഹെഡിങ് 1 ക്ലിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ കളറിലുള്ള എല്ലാ സൈഡ് ഹെഡിങ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെഡിങ് 2 ആക്കുന്നു. ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. അപ്പോൾ ഗ്രീൻ കളറിലുള്ളതെല്ലാം ഹെഡിങ് 2 ആക്കുക. ഹെഡിങ് 2 ഗ്രീൻ കളറിലുള്ള എല്ലാ തലക്കെട്ടുകളും ഹെഡിങ് 2ലേക്ക് മാറുക. ഒരുമിച്ച് സെലക്ട് ചെയ്ത കൺട്രോൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടും. അത് പരിചയമില്ലെങ്കിൽ നിങ്ങൾ ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. സമയമെടുത്ത് കൃത്യതയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം സ്റ്റൈൽ അപ്ലൈ ചെയ്യുമ്പം വേറെ ഒന്നിനും അങ്ങനെ മാറിപ്പോകരുത്. അങ്ങനെ മാറിപ്പോയാൽ ആ ലൈനും കൂടെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് വരും എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ നമ്മളെല്ലാ സബ് ഹെഡിങ്സിനും നമ്മൾ ഹെഡിങ് 2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇതിന് ടേബിൾ ഓഫ് കണ്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെറ്ററിൻ്റെ അത് T സോളാർ സിസ്റ്റം എന്നാണ് ഹെഡിങ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇൻസേർട്ടിൽ പോയിട്ട് പേജ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പേജ് ഇവിടെ കിട്ടി. ആ പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് കർസർ അവിടെ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇൻസേർട്ട് പോയിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ വീണ്ടും ടേബിൾ ഓഫ് കണ്ടൻറ്റ് എടുക്കുന്നു. ഈ വിൻഡോയിൽ നമ്മൾ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് അവിടെ വന്നു കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഓർമ്മിക്കുക, ഏതാണോ അവർ പറഞ്ഞ സ്റ്റൈല് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പുതിയൊരു പേജ് ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുക. അതിനുള്ള വഴിയും നമ്മൾ കണ്ടു. അതുപോലെ ചെയ്തിട്ട് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമ്മൾ എല്ലാ ആക്ടിവിറ്റീൻ്റെ അവസാനത്തെ വർക്കായ സേവ് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ എക്സാം 10ൽ മാറിപ്പോകരുത്, എക്സാം 10ൽ സേവ് ചെയ്യുക. ഓക്കെ, അതോടുകൂടി നമ്മൾ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 7 മാർക്കിൻ്റെ ചോദ്യമാണ്. നന്നായിട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താങ്ക് യു.